പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇരുന്ന കർത്താവിന്റെ ദാസൻ മാത്യു പി തോമസ് ആണ്. ദൈവം അദ്ദേഹത്തെ ശക്തമായി ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ. കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ ദൈവമേ, നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിവിധ സോണുകളിൽ, ടൈം സോണുകളിൽ ഇരിക്കുന്നതായ നിന്റെ മക്കൾ ഒരുമിച്ചുകൂടി കർത്താവെ ഇന്ന് പകൽക്കാലം വചനം പഠിക്കാനായിട്ട് നിന്റെ സന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവെ ദൈവമേ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ലാലു പാസ്റ്ററിനായിട്ട് ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇന്ന് കടന്ന് വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഫലമേൽപ്പിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വചനം സംസാരിക്കുവാൻ തക്കവണ്ണം, ദൈവമേ അത് പഠിപ്പിക്കുവാൻ തക്കവണ്ണം, പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ദൈവമേ ഇന്ന് ഉണ്ടാകുവാൻ തക്കവണ്ണം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന. കർത്താവെ ദൈവമേ ഇന്ന് പഠിപ്പിക്കുന്ന നിന്റെ ദാസനെ പുതിയ അഭിഷേകത്തോടുകൂടി കർത്താവെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി മാറുവാൻ, അത് രോഗസൗഖ്യമായി മാറുവാൻ, അത് ദൈവമേ വചനമായി ദൈവമേ ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം, അത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ബൈബിൾ സ്കൂളിനൊരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ നീ അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹ വിഷയമാക്കി തീർത്താട്ടെ. അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവമേ കടന്നു വരുന്ന എല്ലാ മക്കളും തക്ക സമയത്ത് സൂമിൽ കയറുവാൻ കൃപ ചെയ്യണമേ. കർത്താവെ നീ പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്തോത്രം എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ബ്രദർ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ മാത്യു പി തോമസിനെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കും. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന പ്രിയ പാസ്റ്റർ ലാലു ജേക്കബ്, അപ്പോൾ തന്നെ വിവിധ ടൈം സോണുകളിൽ നിന്ന് വചന പഠനത്തിനായി ഇവിടെ ഈ സൂമിൽ, ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം ഈ സമയം അറിയിക്കുകയാണ്. നാം പദ്യപുസ്തകങ്ങളിൽ സങ്കീർത്തനങ്ങൾ എന്നൊരു ഭാഗമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ നമുക്ക് നിത്യേന ഉപയോഗമുണ്ട് എന്നുള്ളതും ഒരു സത്യവുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി തന്നെ നാം അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പല ടൈപ്പ് സങ്കീർത്തനങ്ങളിൽ ഒന്നാമത്തേത് ഹിം എന്ന് പറയുന്ന ഗ്രൂപ്പ്, അല്ലെങ്കിൽ സ്തുതിഗീതങ്ങൾ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് വിലാപകീർത്തനങ്ങൾ. വിലാപകീർത്തനങ്ങൾക്ക് തന്നെ രണ്ട് ഭാഗമാണ്: വ്യക്തിപരമായ വിലാപകീർത്തനങ്ങൾ, സാമൂഹ്യപരമായ വിലാപകീർത്തനം. മൂന്നാമത് നമ്മൾ പറഞ്ഞത് താങ്ക്സ് ഗിവിംഗ് സാം. അതിനും രണ്ട് ഭാഗമാണ്. ഒന്ന് വ്യക്തിപരമായ നന്ദി സൂചിതമായ കീർത്തനങ്ങൾ അല്ലെങ്കിൽ സ്തോത്രഗീതങ്ങൾ, സാമൂഹ്യപരമായ സ്തോത്രഗീതങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യപരമായ നന്ദി സൂചിത കീർത്തനങ്ങൾ. അതിനടുത്ത സെക്ഷനാണ് ആശ്രയ കീർത്തനങ്ങൾ, സോങ്സ് ഓഫ് ട്രസ്റ്റ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണ്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ IST എന്ന് യൂസ് ചെയ്യും. IST എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ല. IST എന്ന് പറയുമ്പോൾ
ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ട്രസ്റ്റ് എന്നാണ് IST. അതായത് വ്യക്തിപരമായ ആശ്രയ കീർത്തനങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ആശ്രയ കീർത്തനത്തെക്കുറിച്ച് അതിൻ്റെ പ്രാരംഭമായ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ആശ്രയ കീർത്തനങ്ങൾക്കകത്ത് ഇലമെന്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ആശ്രയമാണ് ആ കീർത്തനങ്ങളുടെ ലക്ഷ്യം. മെയിൻ ഇൻറ്റന്റ് ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അതിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ ശരണമാക്കുക എന്നൊക്കെയുള്ള പദം അതിനകത്ത് വന്നാൽ, ദൈവമേ ഞാൻ അങ്ങയെ ശരണമാക്കുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങേക്ക് കീഴ്പ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ള പദങ്ങൾ വരുമ്പോൾ അത് സെയിം മീനിങ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ട്രസ്റ്റ്, ആശ്രയ കീർത്തനങ്ങൾ, ഏത് ബുദ്ധിമുട്ടുകളുടെ നടുവിലും ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഏത് പ്രതിസന്ധികളുടെ നടുവിലും അതേ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുകയാണ്. അപ്പോ ദൈവത്തിലുള്ള ആശ്രയമാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. കമോൺ. അതുകൊണ്ട് ട്രസ്റ്റ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഡിഫിക്കൽട്ടീസ്. ഏത് ഡിഫിക്കൽട്ടീസ് വന്നാലും ഉണ്ടോ, ഏത് പ്രതികൂലങ്ങൾ വന്നാലും ആശ്രയിക്കുക ദൈവത്തിൽ മാത്രം. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിലാപകീർത്തനവുമായിട്ട് വളരെ റിലേറ്റഡ് ആയിരിക്കും. വിലാപകീർത്തനങ്ങളുമായിട്ട് വളരെ റിലേറ്റഡ് ആയിരിക്കും. വിലാപകീർത്തനങ്ങൾ ആയിട്ട് ഭയങ്കരമായ റിലേറ്റഡ് ആണ് എന്ന് പറയാൻ കാരണം, ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ഭാഗവുമായി ഈ ആശ്രയത്തിനുള്ള ബന്ധമുണ്ടെന്നുള്ള സത്യമാണല്ലോ. അതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഒരുപക്ഷെ നമ്മുടെ പ്രതീക്ഷകൾ പോലെ കാര്യങ്ങൾ നീങ്ങാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അപ്പോ ദൈവത്തിലുള്ള ആശ്രയം നെക്സ്റ്റ് വൺ, ഈവൻ ദോ ഐ വിൽ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഞാൻ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുകയാണ്. ഏത് പ്രതിസന്ധികളിലും ഏത് പ്രതികൂലങ്ങളിലും ഒക്കെ ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോ അതാണ് ഈവൻ ദോ എന്നുള്ള പദം തന്നെ ഉപയോഗിച്ചത്. അതിന് ചില ഉദാഹരണങ്ങൾ നമ്മൾ ഈ സങ്കീർത്തനം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. പറഞ്ഞത്രയും കഴിഞ്ഞ് ബാക്കി ഞാൻ പറയാം. 23-ാം സങ്കീർത്തനവും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. 27-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് ഒരു നിമിഷം നമുക്കൊന്ന് എടുക്കാം. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഓക്കെ, ഒന്ന് വായിച്ചോ. യഹോവ എന്റെ വെളിച്ചം എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനു തന്നെ. അന്നത്തെ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസന മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ഓക്കെ, എന്തിനാ അത്രയും വായിപ്പിച്ചെന്ന് ചോദിച്ചാൽ,
ഏത് പ്രതിസന്ധി വന്നാലും ഇവിടെ ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ അവരിൽ മാത്രം ആശ്രയിക്കുന്നു. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുത്തു വരുമ്പോൾ ഇടറി വീഴും. അപ്പൊ ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ആശ്രയമാണ്. ദൈവത്തിലുള്ള ആശ്രയം. അപ്പൊ ആ വിശ്വാസം, ആശ്രയം, ദൈവത്തെ അങ്ങ് കടന്ന് വിശ്വസിക്കുകയാണ്. ദൈവം എനിക്കൊരു ദോഷവും ചെയ്യില്ല. ആരെല്ലാം എന്തെല്ലാം എവിടെയെല്ലാം ചെയ്താലും എനിക്കൊരു ദോഷം വരികയില്ല. ആ ഒരു കടന്ന വിശ്വാസം നമുക്ക് ദൈവത്തോട് വേണം. അപ്പൊ അങ്ങനെയുള്ള കീർത്തനങ്ങളെയാണ് നമ്മൾ ആശ്രയ കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ 62-ാം സങ്കീർത്തനം കണ്ടോ? 62-ാമത്തെ സങ്കീർത്തനം. 62-ാം സങ്കീർത്തനത്തിനകത്ത് 1 മുതൽ 7 വരെ വായിക്കേണ്ട, 1-2 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചു. എന്റെ ഉള്ള ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരവും അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. നിങ്ങൾ എല്ലാവരും ചാഞ്ഞു മതിലും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന്. ഓക്കെ, അപ്പൊ ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത് വായിച്ചപ്പോൾ തന്നെ നമുക്കറിയാം, എന്റെ ഉള്ള ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു, അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. ദൈവത്തിലുള്ള ആശ്രയം അതിനകത്ത് വളരെ വ്യക്തമാണ്. നമ്മളും ദൈവത്തിലുള്ള ആശ്രയം എത്ര ശ്രേഷ്ഠമാക്കണം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ കത്തിനകത്ത് പോലും അവസാനം താൻ പറയുന്ന ഒരു പദമുണ്ട്. അതിങ്ങനെയല്ല പറയുന്നത്: ഞാൻ നല്ലപോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏവർക്കും തന്നെ. അപ്പൊ തനിക്ക് ദൈവത്തിലുള്ള ആശ്രയം എത്ര ഭയങ്കരമായി. തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം, Psalm 91, 91-ാം സങ്കീർത്തനത്തിനകത്ത് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്, അവൻ എന്റെ സങ്കേതവും എന്റെ കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ. അപ്പൊ അവിടെ ക്ലിയർ ആയിട്ട് നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന ദൈവം. ഞാനിതിൽ നിന്നെല്ലാം ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു സങ്കീർത്തനം എടുത്ത് വായിക്കുമ്പോൾ തന്നെ അത് ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നുള്ളതാണ് ആദ്യം നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം. ഏത് ഗ്രൂപ്പിലാണ്? ആശ്രയകീർത്തനമാണെങ്കിൽ നമ്മൾ ആ നിലയിൽ പിന്നെ അതിനെ അനലൈസ് ചെയ്താൽ മതി. ദൈവം മാത്രം എൻ്റെ ആശ്രയം ഉണ്ടോ? അപ്പോൾ അവൻ എൻ്റെ സങ്കേതം, എൻ്റെ കോട്ട, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. അപ്പോൾ ഒരാശ്രയകീർത്തനം 91 ഞാൻ അല്പം കൂടെ വിശദീകരിച്ച് തരാം. എന്നാൽ ഇപ്പോൾ നെക്സ്റ്റ് 131-ാം സങ്കീർത്തനം 131. 131-ാം സങ്കീർത്തനത്തിനകത്തും, യഹോവേ, എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല, എന്റെ ബുദ്ധിക്കൊത്ത വൻകാര്യങ്ങളും ഞാൻ അത്ഭുത വിഷയങ്ങളും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ എന്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതിരിക്കുന്നു. തന്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു. ഇസ്രായേലെ, ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ഒരു ആശ്രയ കീർത്തനങ്ങൾക്കകത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്.
I will trust in the Lord even though in the midst of difficulties. ഏത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. അപ്പോൾ ഒരു സങ്കീർത്തനം വായിക്കുമ്പോൾ ആ ഒരു ആശയം നമ്മുടെ മനസ്സിൽ വരുന്നു എങ്കിൽ, ലഭിക്കുന്നു എങ്കിൽ, അതാണ് ആശ്രയ കീർത്തനങ്ങൾ എന്ന് പറയും. അത് ക്ലിയർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഒന്ന് പോവുകയാണ്. അടുത്ത സ്ലൈഡ് ഞാൻ 91 സങ്കീർത്തനം മാത്രം ചില മിനിറ്റുകൾ നിങ്ങൾ ഒന്നുകൂടെ എടുക്കുകയാണ്. 91, Psalm 91. ഈ 91 സങ്കീർത്തനത്തെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന പല പാഠങ്ങളുണ്ട്. ഇപ്പൊ 90 സങ്കീർത്തനം, 91 സങ്കീർത്തനം, 90 സങ്കീർത്തനം നമ്മൾ സാധാരണ വായിക്കുന്ന മരണവീട്ടിൽ മാത്രമാണ്. ഏതെങ്കിലും മരണവീട്ടിൽ ചെന്നാൽ ഏത് സങ്കീർത്തനം വായിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ 90 വായിക്കുന്നത്. 90 തന്നെ പല ആവർത്തി വായിച്ചെന്നും വരും. ചിലപ്പോൾ നമുക്ക് മുമ്പേ ഉള്ള ആൾ 90 വായിച്ചെന്ന് വരും, പിന്നെയും നമ്മൾ 90 വായിച്ചെന്ന് വരും. കാര്യം മെയിനായിട്ടുള്ള കാര്യം വേറെ ഏത് സങ്കീർത്തനം വായിക്കണമെന്ന് നമുക്കറിയത്തില്ല എന്നുള്ളതും അതിൻ്റെ പിന്നിലുണ്ട്. അപ്പൊ ഈ 90 സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞ് പിന്നെ 91 സങ്കീർത്തനത്തിലേക്ക് വരും. ഇവിടെ അത്യുന്നതൻ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിന്റെ ദൈവം എന്ന് പറയും. ഈ 91 സങ്കീർത്തനം മറ്റ് വ്യക്തിപരമായ ആശ്രയ കീർത്തനങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. അല്പം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു ഏർലി സ്റ്റേജിൽ പാടിയ ഒരു കീർത്തനമാണ്. ഒരു ഏർലി സ്റ്റേജിൽ പാടിയ കീർത്തനമാണ്. അപ്പൊ തന്നെ ഈ സങ്കീർത്തനക്കാരന്റെ ഏറ്റവും വലിയ ഉദ്ദേശം തന്നെ ദൈവത്തിലുള്ള ആശ്രയം ഇതിനകത്ത് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിലുള്ള ആശ്രയം വെളിപ്പെടുത്തുക. അവനെന്റെ സങ്കേതം, അവനെന്റെ കോട്ട, ഞാൻ ആശ്രയിക്കുന്നതിന്റെ പാറയുമാകുന്നു. വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും അവൻ വിടുവിക്കും. അപ്പൊ ദൈവത്തിലുള്ള ആശ്രയത്തിന്റെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, തന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും. രാത്രിയിലെ ഭയവും പകൽ പറക്കുന്ന അസ്ത്രവും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിക്കേണ്ടതില്ല. ചിലപ്പോൾ നമ്മൾ ഈ പേടി വരുന്ന സമയത്ത് കൊച്ചുപിള്ളേരൊക്കെ പഴയ കാലഘട്ടങ്ങളൊക്കെ ഈ ബൈബിൾ എടുത്ത് തലമുണക്കീടെ വെക്കുന്ന പരിപാടിയുണ്ട്. ബൈബിൾ എടുത്ത് തലമുണക്കീടെ വെക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഈ സങ്കീർത്തനം ഒന്ന് വായിച്ചാൽ അത് വളരെ പ്രയോജനം. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഇതിനെ ഒന്നും നീ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ എത്ര ധൈര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. കർത്താവിനുള്ള ഒരു വലിയ ആശ്രയം. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലത്തുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഉണ്ടോ? നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ആശ്രയമാകുന്നു, നീ എൻ്റെ സങ്കേതമാകുന്നു. അത്യുന്നതൻ എൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഒരുപക്ഷെ ആരെങ്കിലും യാത്ര പോകാനൊക്കെ തുടങ്ങുന്ന സമയത്ത് പ്രാർത്ഥിച്ചു വിടുമ്പോൾ ഈ ഒരു സങ്കീർത്തനം നമ്മൾ വായിച്ചാൽ നന്നായിരിക്കും. അവർക്കത് വലിയ ബലമായിരിക്കും. അവരുടെ ഹൃദയത്തിനകത്തൊരു ധൈര്യം ലഭിക്കാനിടയാവും ഈ ഒരു സങ്കീർത്തനം നമ്മൾ വായിച്ചവരെ യാത്രയാക്കിയാൽ. പിന്നെ അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കരുത്, നിന്നെക്കുറിച്ച് തന്റെ
ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പൊ നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിരിക്കുക നമ്മുടെ യാത്രയ്ക്ക് പ്രൊട്ടക്ഷൻ തരാൻ. നമ്മൾ ഈ ദൂതന്മാരെ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളതിൽ പാസ് ചെയ്യുമ്പോൾ ഈ ദൂതന്മാർ സല്യൂട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ അദൃശ്യ ലോകത്തിലായതുകൊണ്ട് നമ്മൾ പലപ്പോഴും കാണുന്നില്ല. 2 കാരണങ്ങളാൽ കാണുന്നില്ല. ഒന്ന്, അദൃശ്യ ലോകത്തിലായതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. രണ്ടാമത്, ഈ ദൂതന്മാരാരും നിയമലംഘികളല്ല. അല്ലെ, നിയമം ലംഘിച്ച ദൂതന്മാരുടെ പേര് ഭൂതങ്ങളെന്നായിരുന്നല്ലോ. അപ്പൊ ഈ ദൂതന്മാരൊരിക്കലും നിയമം ലംഘിക്കത്തില്ല. ഞാനിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ പോവാ. ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങി, കർത്താവേ ഞാൻ കോട്ടയത്തിന് പോകുന്നു, അങ്ങനെ ദൂതന്മാരുടെ കാവൽ നൽകണമേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ ഇവിടുന്ന് നേരെ എംസി റോഡെയാണ് പോകുന്നത്. ഒരൊറ്റ പോക്കാണ്. അപ്പൊ ഇവിടുന്ന് പുറപ്പെട്ട സമയമാണല്ലോ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസേനയെ സമർപ്പിച്ച്. അപ്പൊ ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? ദൂതന്മാരെയൊക്കെ ഏർപ്പാട് ചെയ്തു. അപ്പൊ ഇവിടുന്ന് പോത്തങ്കോട് വരെ അല്ലെങ്കിൽ വെഞ്ഞാറമൂട് വരെ ചെല്ലേണ്ട സമയം എത്രയാണെന്ന് ഈ ദൂതന്മാർക്കറിയാം. കാരണം ഇവിടെ ഒക്കെ സ്പീഡ് ലിമിറ്റുകളുണ്ട്. നമ്മുടെ എസ് എൻ കോളേജ്, ചെമ്പഴന്തി, അവിടെയൊക്കെ സ്പീഡ് ലിമിറ്റുകളുണ്ട്. അപ്പൊ ഈ നമ്മൾ വെഞ്ഞാറമൂട്ടിൽ ചെല്ലുകയല്ലേ, പോവല്ലേ, പോത്തങ്കോട്, വെഞ്ഞാറമൂട്, പിന്നെ ഇങ്ങനെ നേരെ എംസി റോഡ് അങ്ങ് പോവുക. വെഞ്ഞാറമൂട് മുതലാണ് എംസി റോഡ്. ഈ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞ് ഇവിടുന്ന് വെഞ്ഞാറമൂട് ചെല്ലുന്ന സമയത്തേക്കാണ് ദൂതൻ അവിടെ വരുന്നത്. പക്ഷെ നമ്മൾ അന്നേരം വെഞ്ഞാറമൂട് കഴിഞ്ഞിരിക്കും. ഇതാണ് വേറൊരു പ്രശ്നം. നമ്മൾ ഓവർ സ്പീഡുകാരാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന സ്പീഡിലേ ദൂതന്മാർ വരത്തുള്ളൂ. അപ്പൊ ദൂതൻ കൊട്ടാരക്കര വരുമ്പോഴത്തേനും നമ്മൾ ഓൾറെഡി അടൂര് കഴിഞ്ഞു. പിന്നെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും? അപ്പൊ നിന്റെ എല്ലാ വഴികളും കാക്കേണ്ടവൻ തന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുക. കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അപ്പൊ തന്നെ നോക്കിയ, നമുക്കൊരു ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് ദൈവം ചെയ്യുന്ന പ്രവൃത്തി എത്ര വലുതാണ്. To assure others that they might confidently trust in the Lord in all situations. ഏത് സാഹചര്യത്തിനും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മെ സംരക്ഷിക്കുന്നൊരു അഷുറൻസ് നമുക്ക് കിട്ടുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ ഇതേ വാക്യം ഉപയോഗിച്ചു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ പരീക്ഷകൻ വന്ന് പരീക്ഷിച്ചല്ലോ. ഈ കാനവച്ചൻ പണ്ട് പറയുമായിരുന്നു, യേശു ക്രിസ്തുവിനെ 3 പരീക്ഷകളായിരുന്നു യേശു ക്രിസ്തുവിനുണ്ടായിരുന്നത്. 3 പരീക്ഷകൾ. കാനവച്ചൻ പറഞ്ഞു, അതുകൊണ്ടായിരിക്കും നമുക്കും ഈ സ്കൂളിലൊക്കെ 3 പരീക്ഷയാണ്. ഒന്ന് ഓണപ്പരീക്ഷ, മറ്റൊന്ന് ക്രിസ്തുമസ് പരീക്ഷ, പിന്നെ ഒന്ന് വലിയ പരീക്ഷ. യേശു ക്രിസ്തുവിന് ഇതുപോലെ 3 പരീക്ഷകൾ നേരിട്ടു. ഒന്ന് കല്ല് അപ്പമായി തീരാൻ പറഞ്ഞു. എന്നാൽ അടുത്ത വാക്ക് കണ്ടോ? ജെറുസലേം ദൈവാലയത്തിന് മുകളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് യേശുവിനോട് സാത്താൻ പറയാ, നീ ചാടിക്കോ, നിന്നെ കാക്കേണ്ടതിന് ദൂതന്മാരോട് അവൻ കൽപ്പിച്ചിരിക്കുന്നു. കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. നോക്കി ആ വാക്യം. അപ്പൊ ഈ 91-ാം സങ്കീർത്തനത്തിൽ ഈ വാക്യം യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി ഇവിടെ പരീക്ഷകൻ ഉപയോഗിച്ചിരിക്കുക, അല്ലെങ്കിൽ സാത്താൻ ഉപയോഗിച്ചിരിക്കുക. അതതിനകത്ത് എഴുതിയത്, ഡെവിൾ കോട്ടഡ് വേഴ്സസ് 11a and 12 ഓഫ് ദിസ് സാം. ഈ സങ്കീർത്തനത്തിലെ 11ന്റെ എ പാർട്ടും 12ാമത്തെ വാക്യവും ഒക്കെ സാത്താൻ കോട്ട് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഡെവിൾ കോട്ട് ചെയ്തിരിക്കുക. എന്തിന്? അറ്റ് ദ ടൈം ഓഫ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ പരീക്ഷയുടെ സമയത്ത്
മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒരു നിമിഷം ഒന്ന് വായിക്കുമോ? യേശു നീ അവനോട്, ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, കർത്താവിനെ നിന്നെ കുറിച്ച് പരീക്ഷിക്കരുത്. അവൻ എന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഉണ്ടോ? അപ്പൊ ഇതേ വാക്യോട് ഉപയോഗിച്ചിരിക്കുക. അവർ ദൂതന്മാർ നിന്നെ വഹിച്ചുകൊള്ളും, നീ ചാടിക്കോളാം. ഓക്കെ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം കഴിഞ്ഞ് ഫോളോസ് 10 and ഫോളോസ് എന്നാണ് 10-11 വാക്യം. ഏതു പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിനെന്ന് പറവീൻ. ആ പട്ടണത്തെക്കാൾ സോദോമ്യർക്ക് ആ നാളിൽ സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ. ഇവിടെ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എതിരായി ഒരു പട്ടണത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും നിങ്ങളുടെ കാലിലെ പൊടി തട്ടിച്ച് പൊക്കോളാനേ പറഞ്ഞിട്ടുള്ളൂ. Notice, however, the phrase that the Satan left out, to guard you in all ways, എല്ലാ വഴികളിലും എന്ന് ഉപയോഗിച്ചു. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, എവറിഡേ ലൈഫിൽ നമ്മെ സംരക്ഷിക്കുവാൻ നമ്മളോട് ദൂതന്മാരുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ഈ ദൂതന്മാർ നമ്മളെ വിട്ടുപോകാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ദൂതന്മാർ നമ്മുടെ കൂടെ ഇങ്ങനെ വരിക, അപ്പൊ നമ്മളിടയ്ക്ക് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ റൂട്ട് തെറ്റുകയൊക്കെ ചെയ്താൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ ദൂതന്മാരുണ്ടല്ലോ. ഇപ്പൊ പണ്ടിവിടെ ഈ തിരുവനന്തപുരത്ത് നമ്മുടെ പ്രധാനമന്ത്രി വന്നു, എസ്കോർട്ട് പോലീസുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ മുമ്പിൽ പോയ എസ്കോർട്ട് വണ്ടി റൂട്ട് തെറ്റിച്ചു. നമ്മളെല്ലാം പത്രത്തിൽ വായിച്ച സംഭവം. ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ സംഭവം നടന്നു. തിരുവനന്തപുരത്തൂടെ വണ്ടി പോയപ്പോൾ എസ്കോർട്ട് പോലീസ് ജീപ്പ് റൂട്ട് മാറ്റിപ്പോയി. അതിലൂടെയല്ലേ പ്രധാനമന്ത്രിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ റൂട്ട് അല്ലായിരുന്നത്, റൂട്ട് മാറിപ്പോയി. അങ്ങനെ റൂട്ട് മാറി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി കാർ ചവിട്ടി നിർത്തുമെന്ന് പറഞ്ഞു വെച്ച് ചവിട്ടി നിർത്തി ഇറങ്ങിയിട്ട് നിങ്ങൾ എന്നാ എസ്കോർട്ടാ എന്നൊക്കെ ചോദിക്കുമോ? ഒന്നും ചോദിക്കത്തില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളിന്റെ വെയിറ്റ് പോയില്ലേ. ദൂതന്മാര് അല്ലെങ്കിൽ എസ്കോർട്ട് വാനുണ്ട്, അവരാണ് ഇവരെ സംരക്ഷിക്കുന്നത്. എന്നാൽ അദ്ദേഹം ചെയ്ത പരിപാടി ഇവിടുന്ന് നേരെ ഡൽഹി ചെന്ന് കഴിഞ്ഞിട്ടാണ് ഓർഡർ ഇട്ടത്. എൻ്റെ റൂട്ട് മാറിയതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം, അത് എൻക്വയറിക്ക് ഇടാൻ പറയും. അങ്ങനെയാണ് ആ റൂട്ട് മാറ്റിയതിന്റെ കാരണങ്ങൾ എന്താ എന്ന് കണ്ടുപിടിക്കാൻ വെക്കുകയും ചില ചെറിയ സസ്പെൻഷൻ ഒക്കെ കൊടുക്കുകയും ചെയ്തു ആ റൂട്ട് മാറ്റിയവരെ. ഞാൻ എന്തിനാ പറഞ്ഞത്? നമ്മൾ പോകുന്ന വഴി ദൂതന്മാർ നമുക്ക് മുൻപടയായും പിൻപടയായും ഉണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു കരിങ്കൊടി കാണിച്ചെന്ന് പറഞ്ഞ് നമ്മൾ കാർ നിർത്തി ഇറങ്ങി അവരുമായിട്ട് വഴക്ക് പിടിക്കാനൊക്കെ പോകുമ്പോൾ ഈ ദൂതന്മാര് വളരെ വിഷമിക്കുന്നുണ്ട്. കാരണം അവർ റെഡിയാ. നമ്മളെപ്പോൾ പവർഫുള്ളാ ദൂതന്മാർ. ഒരൊറ്റ ദൂതൻ 1,85,000 തകർത്ത് കളയുന്നവനാ. അവരുടെ പവർ എത്ര വലുതാ. ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്തിനാന്ന് പിടികിട്ടിയോ? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം തന്റെ ദൂതസേനകളെ നൽകി നമുക്ക് പ്രൊട്ടക്ഷൻ നൽകിയാൽ അതിനെ തകർക്കാൻ ഈ ഉലകത്തിൽ ആർക്കും സാധ്യമല്ല. അവനുള്ള വിശ്വാസം എത്ര വലിയതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നാം ഒന്ന് ശരിയായി ഗ്രഹിക്കുക. ആശ്രയ കീർത്തനങ്ങൾ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ എത്ര ശ്രേഷ്ഠമാണ്. ഇന്ന് നമ്മൾ 27-ാം സങ്കീർത്തനം
ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ വായിച്ചിരുന്നു, ഇനി ആവർത്തിച്ച് വായിക്കണ്ട, മുമ്പേ നമ്മൾ വായിച്ചതാണ്. യഹോവ എൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ പേടിക്കും എന്നൊക്കെയുള്ളത് 27 സംഗീതം 1 മുതൽ 6 വരെ സോങ്സ് ഓഫ് ട്രസ്റ്റ്, ഒരാശ്രയ കീർത്തനമാണ്. 7 മുതൽ 14 വരെ വിലാപ കീർത്തനമായിട്ട് മാറുന്നത്, ലാമന്റേഷൻ. അതുകൊണ്ട് തന്നെ 2 വ്യത്യസ്ത സങ്കീർത്തനങ്ങളാണെന്നുള്ള അഭിപ്രായം പല സ്കോളേഴ്സിൻ്റെ ഇടയിലുണ്ട്, പല പണ്ഡിതന്മാരുടെ ഇടയിൽ 27 സങ്കീർത്തനം 2 വ്യത്യസ്ത സങ്കീർത്തനങ്ങളാണെന്ന് അഭിപ്രായമുണ്ട്. കാരണം അതിൻ്റെ ആ കൺസ്ട്രക്ഷൻ നമ്മൾ വായിച്ചു വരുമ്പോൾ ആദ്യത്തെ 6 വാക്യങ്ങൾ വരെയാണ് ഒരു ആശ്രയമായി വന്നത്. 7-ാം വാക്യത്തിൽ യഹോവേ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമറിയണമേ ഉണ്ടോ. അപ്പോൾ ഇൻവൊക്കേഷൻ വന്നു. എൻ്റെ മുഖം അന്വേഷിപ്പൻ, നിങ്ങളുടെ കൽപ്പന വന്നു നിന്റെ ഹൃദയം പറയുന്നു. യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കും, രക്ഷയുടെ ദൈവമേ. എന്നെ തള്ളിക്കളയത് ഉപേക്ഷിക്കുകയും വരുതേ. ഇൻവോക്കേഷൻ. എൻ്റെ അപ്പനും അമ്മേനെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ 7 മുതൽ 14 വാക്യങ്ങൾ ലാമന്റ് ആണ്, ഒരു വിലാപകീർത്തനമാണെന്ന് വേദശാസ്ത്രം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ 1 മുതൽ 6 വരെ ഒരാശ്രയ കീർത്തനങ്ങൾ, ആശ്രയ കീർത്തനം. ഓക്കെ, 23-ാം സങ്കീർത്തനം കഴിഞ്ഞ ആഴ്ച വളരെ വിശദമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഈ ഒരു ഒറ്റ വാക്യം തന്നെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ കേട്ടോ. ദ ലോർഡ്, ദ ലോർഡ് ഉണ്ടോ, ഏ ലോർഡ് അല്ല, ദ ലോർഡ്. ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം വേറൊരുവൻ ഇല്ല എന്ന അർത്ഥത്തിലല്ലേ. ജീസസ് ക്രൈസ്റ്റ് ദ വേ, ദ ലൈഫ്, ദ റിസറക്ഷൻ. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സങ്കീർത്തനങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്പർ 1, ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓർപ്പിക്കുന്നത് വിട്ടുപോകാതിരിക്കാനാ. സെറ്റിംഗ് ഇൻ ലൈഫ്, ജീവിത പശ്ചാത്തലം നമ്മൾ ശരിക്കും പ്രിപ്പയർ ചെയ്യണം. സെറ്റിംഗ് ഇൻ ലൈഫ്, അല്ലെങ്കിൽ സെറ്റ്സ് ഇൻ ലെബൻ. നമ്പർ 2, മെയിൻ ഇൻറ്റന്റ് ഉണ്ടോ, പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് നമ്മൾ പഠിക്കണം. മെയിൻ ഇൻറ്റന്റ് ഓഫ് ദ സാം. 3-ാമത്തെ കാര്യം ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്, വിശദമായ പഠനം. ഈ 23-ാം സങ്കീർത്തനത്തിനൊക്കെ എത്രയോ എഴുത്തുകളുണ്ടെന്നറിയാം. ഇടയന്റെ കോല്, ഇടയന്റെ കോൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇടയന്റെ കോൽ, ഇടയന്റെ കോൽ എന്ന് പറയുന്ന പുസ്തകം ഈ ബൈബിളിനേക്കാളും വലുതാണ്. ഇടയന്റെ കോൽ. സങ്കീർത്തനങ്ങളുടെ വ്യാഖ്യാനം, ഇന്റർപ്രിട്ടേഷൻ ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട്. ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. പലതും റെഫർ ചെയ്താൽ ഒത്തിരി നന്നായിരിക്കും. KV ജോൺ സാറിന്റെ മാത്രമല്ല, വേറെ ഇഷ്ടം പോലെ വ്യാഖ്യാനങ്ങളുണ്ട്. ജോയ്സി മാത്യു എന്ന് പറയുന്ന ഒരാൾ എഴുതിയ സങ്കീർത്തന ജാലകം എന്നൊരു പുസ്തകമുണ്ട്. സങ്കീർത്തന ജാലകം. പുതുപ്പള്ളി അച്ഛൻ എന്നറിയപ്പെടുന്ന ജോർജ് മാത്യു അച്ഛൻ സങ്കീർത്തന ധ്യാനമാല എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒത്തിരി കമന്ററി ഉണ്ട്. സ്പർജന്റെ കമന്ററി എൻ്റെ ഇരിപ്പുണ്ട്. ഐ ഹാവ് 1 കോപ്പി. സ്പർജൻ, CH സ്പർജൻ എഴുതിയ സങ്കീർത്തനങ്ങളുടെ ഭാഷ്യം. ഡേക്സ് അനോട്ടേറ്റഡ് ബൈബിൾ നോക്കിയാൽ സങ്കീർത്തനങ്ങൾക്കകത്ത് നല്ല 1-ാം തരം സ്റ്റഡി നമുക്ക് കിട്ടും. പ്രീമിയർ സ്റ്റഡി ബൈബിൾ, ഇതിനകത്തൂടെ എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഡീറ്റെയിൽഡ് സ്റ്റഡി നമുക്ക് അനിവാര്യമാണ്.
നാലാമത്തെ കാര്യം ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ പ്രസന്റ് ഡേ റെലവൻ്റ് ആക്കുക. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇതെങ്ങനെ കൊണ്ടുവരാൻ കഴിയും? ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയുന്നത് ആരും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയും, ഇങ്ങനെയാണ് സങ്കീർത്തനങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സങ്കീർത്തനത്തിന് നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം, അതിനുവേണ്ടി ഒത്തിരി സമയം എടുക്കണം. സഭായോഗത്തിന് വന്നിരുന്നേച്ച് ആദ്യത്തെ പാട്ട് പാടുന്ന സമയത്ത് സങ്കീർത്തനം തപ്പരുത്. അങ്ങനെ തപ്പുന്ന ഉപദേശിമാർ ഉണ്ടാകുമായിരിക്കാം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എനിക്കാരെയും അറിഞ്ഞുകൂടാ. പണ്ട് എന്നോട് ഒരാൾ പറഞ്ഞത് അങ്ങനെ തപ്പുമെന്ന്. ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല. കാരണം നമ്മൾ ഒരാഴ്ച മുമ്പേ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് സങ്കീർത്തനം. എങ്ങനെ? ലൈഫ് സിറ്റുവേഷൻ, മെയിൻ ഇന്റന്റ് ഓഫ് ദ സാം, ഡീറ്റെയിൽഡ് സ്റ്റഡി ആൻഡ് ആപ്ലിക്കേഷൻ, ഇതെല്ലാം നമ്മൾ തയ്യാറാക്കണം. ഞാൻ പറയുന്നു, ഒരിക്കലും ഒരു സങ്കീർത്തനം വൃത്തിയായി നമ്മൾ തയ്യാറാക്കിയാൽ പിന്നീട് നമ്മുടെ മരണം വരെ ആ സങ്കീർത്തനം തയ്യാറാക്കണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ പോരെ. നമ്മുടെ നോട്ടുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യണം. എന്താണ് ഈ നോട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? വേറെ വേറെ കമന്ററി കിട്ടുമ്പോൾ അത് വായിക്കണം. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പലതും കാണും. എന്നാൽ ഒരു കാര്യം കൂടെ പറയാം. ഡോക്ടർ ആർ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു പ്രമുഖനായ പ്രസംഗകനുണ്ട്, ഡോക്ടർ ആർ സ്റ്റാൻലി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാനൊക്കെ കേട്ടു. അദ്ദേഹം തുടങ്ങിയ ആദ്യത്തെ വാക്ക് തന്നെ ഇതായിരുന്നു: ദ ബൈബിൾ ഈസ് അപ്ഡേറ്റഡ് വൺ. ബൈബിള് അപ്ഡേറ്റഡ് ആണ്, ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് അപ്ഡേറ്റഡ് വൺ എന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് ഒത്തിരി ആകർഷണീയമായിട്ട് തോന്നി. ഏത് കാലഘട്ടങ്ങളിലുള്ളവർക്കും ബൈബിൾ ആ കാലഘട്ടങ്ങളിൽ അമൂല്യ സ്വത്തായി തന്നെ തോന്നും. അത്ര പ്രഗത്ഭമാണ് ഈ വചനം. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ്, കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ട്രസ്റ്റ്. സാമൂഹ്യമായ ആശ്രയ കീർത്തനങ്ങൾ. അപ്പൊ ഇത്രയും നേരം നമ്മൾ വ്യക്തിപരമായ ആശ്രയ കീർത്തനങ്ങളാണ് പഠിച്ചത്. 27-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, മുമ്പേ നമ്മൾ പറഞ്ഞല്ല, 132. ഇതെല്ലാം വ്യക്തിപരമാണ്, ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ട്രസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും നമ്മളുടെ വ്യത്യാസം രണ്ടും ഒന്ന് തന്നെ. വ്യത്യാസം ഇത്രേ ഉള്ളൂ. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ആശ്രയിക്കുന്നു എന്നുള്ള പദം വരുന്നു. മറ്റേത് ഞാൻ ആശ്രയിക്കുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. ഉണ്ടോ? യഹോവ എൻ്റെ സങ്കേതമാകുന്നു, എൻ്റെ കോട്ടയാകും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാകും. അതെല്ലാം ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ട്രസ്റ്റ് ആയിരുന്നു. എന്നാൽ ഇത് കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ട്രസ്റ്റ്. എപ്പോഴാണ് കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? There are only 3 psalms. 3 സങ്കീർത്തനം മാത്രമേ ഉള്ളൂ ഈ കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ട്രസ്റ്റ്. അപ്പൊ നമുക്ക് എളുപ്പമായല്ലോ. ആകപ്പാടെ 3 സങ്കീർത്തനങ്ങളെ ഉള്ളൂ. അത് ഏതൊക്കെയാണ്? വിച്ച് ആർ ദി? Psalms 125, 126 and 127. 125, 126, 127. 125, 126, 127. ഈ 3 സങ്കീർത്തനങ്ങളാണ് കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ട്രസ്റ്റ്. അപ്പൊ ഇതൊക്കെ ഈ സ്ലൈഡിലുള്ളതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ, എളുപ്പമല്ലേ? ഈ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന സത്യത്തിൽ എൻടൈറ്റിൽഡ് സോങ്സ് ഓഫ് അസൻസ്, ആരോഹണ ഗീതങ്ങൾ എന്നതിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട്. 120-ാമത്തെ സങ്കീർത്തനം മുതൽ 134-ാമത്തെ സങ്കീർത്തനം വരെയുള്ള 15 സങ്കീർത്തനങ്ങളെയാണ് ആരോഹണ ഗീതങ്ങൾ എന്ന് പറയും. ആരോഹണ ഗീതങ്ങൾ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. പ്രോബബിളി യൂസ്ഡ് ബൈ പിൽഗ്രിംസ്
who were coming or had come to worship at Jerusalem. ജെറുസലേമിൽ ആരാധനയ്ക്ക് വരുന്ന സമയത്ത് അവർ പാടുന്ന ഗീതങ്ങളാണ്. യെരൂശലേമിൽ ആരാധനയ്ക്ക് വരുമ്പോൾ പാടുന്ന ഗീതങ്ങൾ. കൂടാതെ മറ്റൊരു പേര് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെന്നാണ് എൻ്റെ ഓർമ്മ, ഇല്ലെങ്കിൽ ഇന്ന് പറയുന്നു, ചവിട്ടുപടി ഗീതങ്ങൾ എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. ചവിട്ടുപടി ഗീതങ്ങൾ. സ്ത്രീകളുടെ പ്രാകാരം മുതൽ പുരുഷന്മാരുടെ പ്രാകാരം വരെ 15 പടികളുണ്ട് സിനഗോഗിനകത്ത്. ഈ 15 പടികൾ ചവിട്ടിക്കയറുമ്പോൾ പാടുന്ന പാട്ടായിരുന്നു എന്ന് വേദശാസ്ത്രം പല അനുമാനിക്കുന്നു. അപ്പൊ അത് ആരോഹണമാണ് കേട്ടോ. സോങ്സ് ഓഫ് അസെൻസ്, ആരോഹണമായി കയറിപ്പോകുകയാണ്. ഇതിന്റെ 120 മുതൽ 134 ഓരോ വാക്യങ്ങൾ, ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ പോലും അതൊരാരോഹണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ യെരൂശലേമിൽ ആരാധനയ്ക്ക് വരുമ്പോൾ പാടുന്ന ഗീതങ്ങൾ, പിൽഗ്രിംസ് അല്ലെങ്കിൽ തീർത്ഥാടകർ തീർത്ഥാടനത്തിൽ വരുമ്പോൾ പാടും. നമ്മളൊക്കെ തീർത്ഥാടനമൊക്കെ പോകുമ്പോൾ, അല്ല ഒരു എൻജോയ്മെന്റ് ട്രിപ്പ് പോകുമ്പോൾ വണ്ടിക്കകത്തൊക്കെ ശബ്ദം ഉണ്ടാക്കാതിരിക്കത്തില്ലല്ലോ, ഒരു പാട്ടൊക്കെ പാടുകയല്ലേ. ചിലപ്പോൾ എന്തുവാ അക്ഷരപ്രാസം ഒപ്പിച്ചുകൊണ്ട് നമ്മൾ പാടുന്നവരുണ്ട്. ആദ്യം വണ്ടിയെ 2 ഗ്രൂപ്പായിട്ട് മാറ്റും. ഒരു പാട്ടെടുത്ത് പാടുന്നു, 4 ലൈൻ പാടും. ഒന്നുകിൽ 3-ാമത്തെ ലൈനിന്റെ ആദ്യത്തെ ലൈൻ വെച്ച് അടുത്ത പാട്ട് പാടണം. നല്ലത്, ആരും ഉറങ്ങാതിരിക്കാനൊക്കെ ഒത്തിരി നല്ലതാണ്. അവർക്കുടനെ അത് പാടിക്കഴിയുമ്പോൾ ആ 3-ാമത്തെ ലൈനിന്റെ ആദ്യത്തെ വാക്ക് ഉപയോഗിച്ച് ഉടനെ അവർ അടുത്ത പാട്ട് പാടും. അതിന് 3-ാമത്തെ ലൈനിൽ ആദ്യത്തെ വാക്ക് ഉപയോഗിച്ച് ഇവർ പിന്നെ പാടും. ഇങ്ങനെ പാടുക. ആരാധനയ്ക്ക് പോകുമ്പോൾ ആരോഹണ ഗീതങ്ങളാണ് ഇവർ പാടുന്നത്. ഓക്കെ. അപ്പൊ സങ്കീർത്തനം 125 സങ്കീർത്തനം ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. ആ സങ്കീർത്തനമാണോ? എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. യഹോവേ, ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ പോകുമാറാകട്ടെ. ഇസ്രയേലിന്മേൽ സമാധാനം വരുമാറാകട്ടെ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ, ഒരു പ്ലൂറൽ ഫോമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് അതൊരു സാമൂഹ്യാശ്രയ കീർത്തനങ്ങളായി മാറിയത്. 126 സങ്കീർത്തനം 1-ാം വാക്യം മൊത്തം വായിക്കണ്ട. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അപ്പൊ സിയോന്റെ പ്രവാസികളെ ഒരാളുടെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നേ, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അപ്പൊ അത് ഈ സോങ്സ് ഓഫ് ട്രസ്റ്റിൽ തന്നെ കമ്മ്യൂണിറ്റിയാണ്. 127 സങ്കീർത്തനത്തിൽ വരുമ്പോഴും യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധാധ്വാനിക്കുന്നു. പണിയുന്നവർ വൃദ്ധാധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃദ്ധ ജാഗരിക്കുന്നു. ഓക്കെ. ഇതിനകത്തെല്ലാം നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ട്രസ്റ്റ്, ആശ്രയ കീർത്തനങ്ങളിൽ, സാമൂഹ്യാശ്രയ കീർത്തനങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഓക്കെ. 126 സങ്കീർത്തനം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ആകെ 3 എണ്ണമേ ഉള്ളല്ലോ. 125, 126, 127. ഈ 3 എണ്ണം മാത്രമേ ഉള്ളൂ. CST. എന്തുവാ CST? കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ട്രസ്റ്റ്. CST, സോങ്സ് ഓഫ് ട്രസ്റ്റ്. CST, സാമൂഹ്യ ആശ്രയ കീർത്തനങ്ങൾ. അതിനകത്ത് ആദ്യത്തെ വാക്യം നമ്മൾ വായിച്ചു. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ
ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അപ്പൊ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. അപ്പൊ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ മടങ്ങി വന്ന ഒരു ചിത്രം നമുക്ക് കിട്ടുന്നു. ഇസ്രായേലിന്റെ പ്രവാസം എന്ന് പറയുന്നത് പ്രധാനമായും പ്രവാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ബാബിലോൺ പ്രവാസമായിരിക്കും, ബാബിലോണിയൻ എക്സൈൽ. പക്ഷെ വേറെയും പ്രവാസങ്ങൾ ഉണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ എക്സൈൽ ഉണ്ടായിരുന്നു. മിസ്രൈമിന്റെ അടിമത്വത്തിൽ കിടന്ന വർഷങ്ങൾ, 400 വർഷങ്ങൾ മിസ്രൈമിന്റെ അടിമത്വത്തിലായി ഉണ്ടോ. 400 വർഷം കഴിഞ്ഞാണ് അവർക്ക് അതിന് മോചനം കിട്ടിയത്. പിന്നീട് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അസീറിയ അല്ലെങ്കിൽ അശൂർ എന്ന് മലയാളത്തിൽ പറയും. അശൂരിന്റെ അടിമത്വത്തിൽ ഇസ്രായേൽ പോയില്ലേ? പോയി. അപ്പൊ ഈ പ്രവാസം എന്ന് പറയുമ്പോൾ ഇവരുടെ സ്വന്തം നാട് മാറി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി. അതിനെയാണ് നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് വിദേശങ്ങളിലോ പോയവരെ നമ്മളും പറയുന്നത് പ്രവാസികൾ എന്നല്ലേ? പ്രവാസികൾ. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞു, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെല്ലാം പ്രവാസികളും പരദേശികളുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. നമ്മളിവിടെ പ്രവാസ ജീവിതമാണ്. പ്രവാസികളും പരദേശികളുമാണെന്ന് ഞാൻ നിങ്ങളുമല്ല. ചിലപ്പോഴൊക്കെ നമ്മളിവിടെ വേരിറക്കാൻ ശ്രമങ്ങൾ നടത്തുന്നതേ ഉള്ളൂ. പക്ഷേ അധികം വേരിറങ്ങിയില്ല. നമ്മുടെ പ്രവാസികളാണ് നമ്മൾ പ്രൂവ് ചെയ്യും അധികം താമസിക്കാതെ. എത്രയും ലളിതമാണ്, ഹ്രസ്വമാണ് നമ്മുടെ ജീവിതം, വളരെ ഹ്രസ്വമാണ്. എത്രമാത്രം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയാൽ ഒരു സുപ്രഭാതത്തിൽ നിന്ന് പോകും. പണ്ട് ഒരു പാട്ടുകാരൻ പാടിയ പോലെ, കൊട്ടാരമായാലും വിട്ട് മതിയാകൂ, കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും, 10,000 നീല പൊക്കിപ്പണിതാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. എത്ര മനോഹരമായ ഗാനങ്ങൾ. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യ സ്വര മോർക്കിൽ, അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ. നല്ല പാട്ടുകളാണ്. ഇടയ്ക്കൊക്കെ ആ പാട്ടൊക്കെ ഒന്ന് പാടുന്നത് നല്ലതാ. നമ്മുടെ ജീവിതം ഇവിടെ വേറെ ഇറങ്ങരുത്. കാരണം ഹ്രസ്വമായ ജീവിതമേ നമുക്കിവിടെ ഉള്ളൂ. അതിനോടാണ് നമ്മൾ ക്രിസ്തുവിനെ അറിയിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും പരമമായ ലക്ഷ്യം കേട്ടോ. അപ്പൊ സാമൂഹിക ആശ്രയ കീർത്തനങ്ങളിൽ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. 1 മുതൽ 3 വാക്യങ്ങളിൽ റെമിനിസൻസ് എന്ന് പറഞ്ഞാൽ പൂർവകാലത്ത് ദൈവം നടത്തിയ വിധമൊക്കെ ഓർക്കുക. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പദമാണ് റെമിനിസൻസ്. ഞാനും നിങ്ങളും നമ്മളുടെയൊക്കെ പഴയ കാലങ്ങളിൽ അഥവാ രക്ഷയിലേക്ക് വന്ന സമയങ്ങൾ ദൈവം ചെയ്ത കാര്യം ഒന്ന് ഓർത്തു നോക്കി. അപ്പൊ ഇവര് പൂർവകാലത്ത് ദൈവം നടത്തിയ വിധമൊക്കെ ഓർക്കുക. ഇവിടെ പറഞ്ഞ കാര്യം
യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഇനി എല്ലാ പ്രവാസവും ആയിക്കോട്ടെ, ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയി 70 വർഷമായിരുന്നു ബാബിലോണിയൻ എക്സൈൽ, അല്ലെങ്കിൽ ബാബിലോണിലെ പ്രവാസകാലം 70 വർഷം. പെട്ടെന്ന് ഞാൻ പറയാം. 70 വർഷം എത്തിയപ്പോൾ ഈ ഇരമ്യാവ് എന്ന പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഇരമ്യാവ് അതുപോലെ പ്രവചിച്ചിരുന്നു കേട്ടോ, കൃത്യമായിട്ട്. ബാബിലോൺ വന്ന് നിങ്ങളെ പിടിച്ചോണ്ട് പോകും, 70 വർഷം കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി വരും എന്ന് ഇരമ്യാവ് പ്രവചിച്ചിരുന്നു. അതൊക്കെ അച്ചട്ടായ പ്രവചനങ്ങളാ. നമ്മുടെ ഭാഷയിൽ പച്ചിലയും കത്രികയും പോലുള്ള പ്രവചനങ്ങളാ. 70 വർഷമേ ഉള്ളൂ പ്രവാസകാലം. ഏത് പ്രവാസം? ബാബിലോണിയൻ പ്രവാസം. നിങ്ങൾക്കറിയാമോ, ദാനിയേൽ എന്ന് പറയുന്ന ആ ഭക്തനായ മനുഷ്യൻ ഇരമ്യാവിന്റെ ചുരുള് വായിച്ചുകൊണ്ടിരിക്കുക. ചുരുള് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ 70 വർഷം കൊണ്ട് ഇസ്രായേലിന്റെ ശൂന്യാവസ്ഥ തീരുമെന്ന ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു, ഇരമ്യാവിന്റെ ചുരുളിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ താൻ കണക്ക് കൂട്ടിയപ്പോൾ 70 വർഷമായി. ഉണ്ടോ? 70 വർഷമായിട്ടും ബാബിലോണിന്റെ പ്രവാസകാലം കഴിഞ്ഞില്ല എന്ന് കണ്ട് ഉടൻ താൻ ഉപവാസം ആരംഭിച്ചു. ഉടൻ താൻ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. അത് ദാനിയേൽ 9-ാം അധ്യായത്തിനകത്ത് പറയുന്ന കാര്യമാണ്. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 9, 9-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യം മാത്രം ഒന്ന് വായിക്കാമോ? വളരെ വേഗം. കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വേരോശിന്റെ മകനായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകന് ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നു കൊണ്ടും പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. മതി. ഞാൻ അത് പഠിപ്പിക്കാനല്ല, ഈ ഒരു ആശയം ഒന്ന് മനസ്സിലാക്കാൻ. 70 വർഷമായിട്ട് ഇസ്രായേൽ മടങ്ങി വന്നില്ല, യഹൂദന്മാർ മടങ്ങി വന്നില്ല എന്ന് ബോധ്യപ്പെട്ട ദാനിയേൽ ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഇതൊരു ബൈബിൾ സ്റ്റഡി ക്ലാസ് ആണ്. ഞാൻ ഒരു ദൂത് പറയാം. ഇതിനകത്ത് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, നിങ്ങളോട് ദൈവം പറഞ്ഞ ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ ഇതുവരെ നിറവേറപ്പെടാനുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്, നിറവേറും, അതിനകത്ത് ഒരു തെറ്റുമില്ല. എന്നാൽ കാലം അതിക്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ഇറ്റ് ഈസ് ദ ടൈം ഫോർ യു ടു ടേക്ക് ഫാസ്റ്റ്. ഈ സമയമാണ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. ദൈവം ചെയ്ത ചില വാഗ്ദത്തങ്ങൾ നിറവേറാനുണ്ട്. ഇനി ഒരു സമയം അതിനുവേണ്ടി മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഈ സങ്കീർത്തനം കൂടെ പറഞ്ഞു നിർത്താനുള്ള സമയമുള്ളൂ. ഒന്ന് നോക്കുക, എന്താണ് സംഭവിച്ചത് അടുത്തത് ഈ ഉപവാസത്തിന് ശേഷം? ഉണ്ടോ, ദൈവം തന്റെ ഭക്തന്മാരെ ചലിപ്പിക്കാൻ തുടങ്ങി. ബാക്കി ഞാൻ പറയുന്നില്ല. ഒന്നാമത് വന്നയാളിന്റെ പേരാണ് സെരുബാബേൽ. സെരുബാബേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ എസ്രായുണ്ട്. സെരുബാബേലിന്റെ കൂടെ ജോഷുവയുണ്ട്. എസ്രാ അല്ലേ, ജോഷുവായും സെരുബാബേലും കൂടെ ആലയത്തിന് പണിക്ക് വേണ്ടി വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനിയും പറയുന്നത് ഇതുവരെ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഇവരെ പിടിച്ചോണ്ട് പോയത് 3 പ്രാവശ്യമായിട്ടാണ്. യഹൂദ ജാതിയെ ബാബിലോൺ സൈന്യം പിടിച്ചോണ്ട് പോയത് 1 പ്രാവശ്യമായിട്ടല്ല, 3 പ്രാവശ്യമായിട്ടാണ് പിടിച്ചോണ്ട് പോയത്. ഒന്നാമത് പിടിച്ചത് BC 606, രണ്ടാമത് പിടിച്ചത് BC 598, മൂന്നാമത് പിടിച്ചോണ്ട് പോയത് 587 BC. ഇതെല്ലാം BC ആണ്. 3 പ്രാവശ്യമായിട്ടാണ് ഇവരെ പിടിച്ചോണ്ട് പോയത്.
587 ദൈവാലയം നശിപ്പിച്ച് കളഞ്ഞത്. അത്രയും മതി. ഇതുപോലെ തന്നെ 3 പ്രാവശ്യമായിട്ടാണ് ഇവർ തിരിച്ചും വന്നത്. ആദ്യം വന്നത് സെരുബാബേലിന്റെ നേതൃത്വത്തിലായിരുന്നു. നിങ്ങളൊന്ന് സങ്കടത്തോടെ കേൾക്കാമെങ്കിൽ ഞാൻ പറയാം. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് വന്നത് എത്ര പേരാണെന്നറിയാമോ? കേവലം 40 റൗണ്ട് ഫിഗർ വന്നാൽ 50,000 പേര് താഴെയേ വന്നിട്ടുള്ളൂ. ലക്ഷങ്ങളായിരുന്നു യഹൂദന്മാരുണ്ടായിരുന്നത്. 70 കൊല്ലം ബാബിലോണിൽ പാർത്തു കഴിഞ്ഞപ്പോൾ ഇവരിൽ നിന്ന് 50,000-ൽ താഴെ ആൾക്കാർ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഞാനീ പറഞ്ഞ ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ്ര, നെഹമ്യ, എസ്തർ എന്ന പുസ്തകമൊക്കെ വായിക്കണം. എസ്ര വായിച്ചാൽ മതി. അതിനകത്ത് കറക്റ്റ് നമ്പറുകൾ കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അന്നേരം നിങ്ങൾ മനസ്സിലാവും, അയ്യോ ഞാൻ പറഞ്ഞ ശരിയാണ്. 50,000-ൽ താഴെ ആൾക്കാർ മാത്രമേ വന്നുള്ളൂ. മജോറിറ്റി ആൾക്കാർ തിരിച്ചു വന്നില്ല. ബാബിലോണിലെ സംസ്കാരത്തിൽ അവരുടെ ജീവിത രീതിയോടെ ഇടപഴകി ഉണ്ടോ? ഓക്കെ. അപ്പോ ഇവിടെ പറയുകയാണ്, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ വന്ന ടീം ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞുണ്ടോ. തട്ടഹസിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ ഇസ്രയേൽ നാട്ടിലേക്ക് മടങ്ങി വന്നത്. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. 4-ാം വാക്യത്തിൽ യഹോവേ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ പിടികിട്ടിയോ? 50,000-ൽ താഴെ ആൾക്കാരെ വന്നിട്ടുള്ളൂ. ഇനിയുള്ള പ്രവാസികളെ കൂടെ നീ മടക്കി വരുത്തണമേ. ഇതായിരുന്നു ഇവരുടെ യാചനകൾ. രണ്ടാമത് വന്ന ടീമാണ് എസ്രായുടെ നേതൃത്വത്തിൽ വന്നത്. ഇതിൽ 3 പേരുടെ പേര് പഠിക്കണം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിക്ക് അനിവാര്യമാണ്. 1 സെരുബാബേൽ, 2 എസ്ര, 3-ാമത് നെഹമ്യാവ്. സെരുബാബേൽ വന്നത് എന്തിനു വേണ്ടിയാണ്? ആലയം പണിയാൻ വേണ്ടി വന്നു. ഓക്കെ. എസ്ര വന്നത് എന്തിനു വേണ്ടിയാണ്? ആരാധന പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്നു. അഥവാ ഇവർ ആരാധന പുനഃസ്ഥാപിച്ചിരുന്നു എങ്കിലും ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു. നെഹമ്യാവ് വന്നത് എന്തിനാണ്? മതിൽ പണിയാൻ വേണ്ടി വന്നു. നോക്കൂ, അവിടെയാണ് പറഞ്ഞത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. അങ്ങനെയെങ്കിൽ നാം വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ട്രസ്റ്റി 3 എണ്ണമേ ഉള്ളൂ. 125, 126 ആൻഡ് 127. അതിൽ 126 എന്ന് പറയുമ്പോൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ റെമിനിസൻസ്, പൂർവകാലത്ത് ദൈവം നടത്തിയ വിധം. 4, 5 വാക്യങ്ങൾ എന്താ? പെറ്റീഷൻ, പരാതികൾ. 6-ാമത്തെ വാക്യം എക്സ്പ്രഷൻ ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. എന്തായിരുന്നു തന്റെ ആത്മവിശ്വാസം? വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. ഈ പ്രതിസന്ധികൾ വഴിമാറും, ഞങ്ങൾ ഇനിയും ആർത്തുല്ലസിക്കും. ഏതെല്ലാം പ്രതികൂലങ്ങളുടെ നടുവിലും ഞങ്ങൾ ദൈവത്തെ ആശ്രയിക്കും. ഇങ്ങനെയാണ് ആ സങ്കീർത്തനങ്ങളുടെ ആ യോജിപ്പ് തന്നെ. എത്ര നന്നായിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, 126-ാം സങ്കീർത്തനം ഞാൻ ഇവിടെ വിശദീകരിച്ചതിന്റെ ഉദ്ദേശം, ഈ ക്ലാസ്സിലുള്ള നിങ്ങളെല്ലാവരും ഒരു അസൈൻമെന്റൂടെ തയ്യാറാക്കണം. നേരത്തെ ഒക്കെ അയച്ചിട്ടുണ്ട്, നല്ല നല്ല അസൈൻമെന്റുകളായിരുന്നു. പക്ഷെ നിങ്ങൾ അസൈൻമെന്റ് തയ്യാറാക്കുമ്പോൾ ലൈഫ് സിറ്റുവേഷൻ നമ്പർ 1, മെയിൻ ഇന്റന്റ് ഓഫ് ദ സാം നമ്പർ 2, ആൻഡ് നമ്പർ 3 ഡീറ്റെയിൽഡ് സ്റ്റഡി, നമ്പർ 4 ആപ്ലിക്കേഷൻ. ഇതിൽ നല്ലൊരു ഹെഡിങ് കൂടെ എഴുതാമെങ്കിൽ എഴുതുക. നല്ലൊരു ഹെഡിങ് എഴുതി നല്ലൊരു അസൈൻമെന്റ്. 126 തന്നെ ആയിക്കോട്ടെ, അല്പം അതാണ് നമ്മൾ പഠിച്ചത്.
അങ്ങനെ നിങ്ങൾ തന്നെ എഴുതാൻ തയ്യാറാവുമ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിറ്റി സോങ്സ് 125ഉം 127ഉം വ്യാഖ്യാനിക്കാൻ വളരെ ഈസിയായി നമ്മൾ അതിന് എബിലിറ്റി ഉള്ളവരായി മാറുകയാണ്. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തട്ടെ. കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ട്രസ്റ്റ് കൊണ്ട്. ഓക്കെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓവർ ടു പാസ്റ്റർ ലാൽവിജിക്ക്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഇന്ന് രാത്രിയിലും സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. തുടർന്നും ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CB ആൻഡ്രൂസ് വെളിപ്പാട് പുസ്തകം ക്ലാസ് എടുക്കുന്നതാണ്. നിങ്ങളെല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുക. ഈ ക്ലാസ് ഏവർക്കും അനുഗ്രഹമായി തീരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പോകാം. ആരെങ്കിലും ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾ അവസാനമായി ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹീതമായ നിലയിൽ കർത്താവേ കാവ്യ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുവാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനങ്ങൾ എന്നും ഏറെ അനുഗ്രഹമായി ഏവരുടെയും ആത്മീയ ജീവിതത്തിൽ പ്രചോദനമായി നിലകൊള്ളേണ്ടതിന് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ അഭിഷിക്ത ദാസനെ ശക്തമായി അവിടുന്ന് ഉപയോഗിച്ചു. ആഴമായ കർത്താവെ ആലോചനകൾ പകർന്ന് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം, എങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹമാക്കുവാൻ അവിടുന്ന് സഹായിക്കുമെന്നുള്ളത് അവിടുത്തെ ദാസനിലൂടെ അവിടുന്ന് അറിയിപ്പാനിടയായി തീർന്നു. ഈ ക്ലാസ്സുകളെ അനുഗ്രഹിക്കണം. പ്രത്യേകാലകപ്പയുടെ എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. കണ്ടക്ട് ചെയ്യുന്ന കൃത്യദാസൻ, മറ്റ് പ്രസിഡന്റ് എല്ലാവരും ഓർക്കുന്നു, സഹായിക്കും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും പ്രത്യേകാലം ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയതെന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.